My dear students, Dr. James Taylor Ken രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിൻ്റെ 74ാമത്തെ എപ്പിസോഡിൽ ട്യൂബർക്കുലിനും ബോവിനും എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ട്യൂബർക്കുലിനം വെൻ ദ വെൽ സെലക്ടഡ് റെമഡി ഫെയിൽസ് ടു ആക്ട്. നേരത്തെ പറഞ്ഞിരുന്നു, കൽക്കേറിയ, സൈനീഷ്യ പോലുള്ള ഡീപ്പർ ആക്ടിങ് മെഡിസിൻസ് ഇൻ്റർമിറ്റൻറ്റ് ഫീവറിൽ വേണ്ടത്ര റിസൾട്ട് തരാതെ വരുമ്പോൾ ട്യൂബർക്കുലിനും ഉപകരിക്കാം സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ഇതിനൊരു പൊതു ഇൻഡിക്കേഷൻ എടുക്കരുത്. വെൽ സെലക്റ്റഡ് റെമഡി ആക്ട് ചെയ്യാതെ വരുമ്പോൾ ഒരു ട്യൂബർക്കുലിന് കൊടുത്തേക്കാം എന്ന് ഒരു പൊതുധാരണ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം പറയുന്നത്. അത് ട്യൂബർക്കുലിനത്തിന് ഇൻഡിക്കേഷൻ അല്ല. വെൽ സെലക്റ്റഡ് ഈസ് എ റിലേറ്റീവ് എക്സ്പ്രഷൻ. ഈ വെൽ സെലക്റ്റഡ് എന്ന് പറയുന്നത് ഒരു ആപേക്ഷികമായൊരു കാര്യമാണ്, ഒരു അബ്സല്യൂട്ട് സംഭവമല്ല. എങ്ങനെ സെലക്ട് ചെയ്തു, എത്രത്തോളം വെൽ സെലക്റ്റഡ് ആണ്, ദാറ്റ് ഡിപ്പെൻസ്. പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ വെൽ സെലക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റിലേറ്റീവ് എക്സ്പ്രഷനാണ് ആൻഡ് ഇൻവോൾവ്സ് ടു മച്ച് ഓഫ് ഹ്യൂമൻ ഒപ്പീനിയൻ. It may be thought to be well selected when it is not related to the case. ഉണ്ടോ, ആ കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തപ്പോൾ പോലും അത് വെൽ സെലക്റ്റഡ് ആണെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ പറയുന്ന ആളുടെ ധാരണയുടെ, കേസ് ടേക്കിങ്ങിനെ കുറിച്ചുള്ള ആ വ്യക്തിയുടെ ധാരണയുടെ പരിമിതികൾ അവിടെ ഒരു പ്രശ്നമാണ്. ആ സ്വന്തം ധാരണയുടെ, സ്വന്തം അറിവിൻ്റെ പരിമിതികളുടെയും പശ്ചാത്തലത്തിലാണ് ഒരാൾ വെൽ സെലക്റ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും ആ കേസുമായിട്ട് അതിന് ബന്ധം പോലും ഇല്ലാതിരിക്കാം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ട്യൂബർക്കുലിനും കൊടുത്തുകൊണ്ട് ആ ഔഷധം എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഹോമിയോപ്പതിയിലെ സ്ട്രോങ് ജനറൽസുമായിട്ട്, അതിൻ്റെ മൊഡാലിറ്റീസുമായിട്ട്, അതിൻ്റെ പെക്യുലിയറുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഹോമിയോപ്പതിക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു ഭാഗികമായ ധാരണയുടെ പുറത്ത് അത് വെൽ സെലക്റ്റഡ് ആണെന്ന് പറയുന്നതിൽ കാര്യമില്ല. When the well selected remedy has acted and the constitution shows a tendency to break down and the well selected remedy does not halt because of vital weakness and because of deep seated tendencies, then it is clear this remedy sometimes fit in. വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ വെൽ സെലക്റ്റഡ് റെമഡി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി വെൽ സെലക്റ്റഡ് ആയിരിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷണലി സിമിലർ ആയിരിക്കുകയും അത് കഴിക്കുമ്പോഴേക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നെഗറ്റീവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റെർഡപ്റ്റായിട്ട് ഒരു വൈറ്റൽ റിയാക്ഷൻ ഉണ്ടായ, ഒരു പോസിറ്റീവ് റിയാക്ഷൻ അല്ല, ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുകയാണ്. അപ്പം അതിനർത്ഥം കൊടുത്താൽ മരുന്ന് ആക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആക്ട് ചെയ്ത പക്ഷേ നെഗറ്റീവ് ആക്ഷനാണ്. ആൻഡ് ദ വെൽ സെലക്റ്റഡ് റെമഡി ഡസ് നോട്ട് ഹോൾഡ്. അത് അതിൻ്റെ ഡിസറബിൾ ടൈമിലേക്ക്, ഒരു കൽക്കേറിയയോ സൈനീഷ്യൊക്കെ ആണെങ്കിൽ നല്ല നീണ്ടു നിൽക്കുന്നുണ്ട്. എൻ്റെയൊക്കെ അനുഭവത്തിൽ കൽക്കേറിയൊക്കെ 3 മാസം ആക്ട് ചെയ്ത അനുഭവം എനിക്കുണ്ട്. 3 മാസം അതിനപ്പുറവും. അപ്പോൾ അത്രയും സമയം നിൽക്കുന്നില്ല, 1-2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ആക്ഷൻ നിന്ന് പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ മരുന്ന് വെൽ സെലക്റ്റഡ് ആണെന്ന് ഉറപ്പായി. ആൻഡ് ബിക്കോസ് ഓഫ് ഡീപ്പ് സീറ്റഡ് ടെൻഡൻസി, അതിൻ്റെ ടെൻഡൻസി, ആ ഒരു മാലഡിയുടെ ടെൻഡൻസി തന്നെ എന്താ പറയുക, വളരെ ഡീപ്പാണ്, വളരെ ആഴത്തിലുള്ളതാണ് എങ്കിൽ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ട്യൂബർക്കുലിനം യോജിച്ചേക്കാം. സംടൈംസ് ഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ റൂളായിട്ട് എടുക്കരുത് എന്ന് പറയുന്നത്. വെൽ സെലക്റ്റഡ് റെമഡി ഫെയിൽ ചെയ്തോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ സൂചനയോടെ എന്നോട് പറയുന്നുണ്ട്. ഒന്നുകിൽ വേണ്ടത്ര ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈറ്റൽ റിയാക്ഷന് പകരം ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുന്നു, ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, അത്തരം അവസ്ഥകൾ. അപ്പോൾ മരുന്ന് ആക്ട് ചെയ്തു, വെൽ സെലക്റ്റഡ് ആണ്, പക്ഷേ അതൊരു ഡിസൈറബിൾ എഫക്റ്റ് അല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ ട്യൂബർക്കുലിൻ വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ മറ്റു പല ഔഷധങ്ങളും വരാറുമുണ്ട്. Such a case is often tuberculous in inclination
ഈവൻ ദോ നോ എവിഡൻസ് ഈസ് പ്രസൻറ്റ് ഓഫ് എ പത്തോളജിക്കൽ ക്യാരക്ടർ. ഉണ്ടോ? ഇങ്ങനെയുള്ള അവസ്ഥകൾ, ട്യൂബർക്കുലിൻ ഇൻഡിക്കേറ്റർ ആകുന്ന അവസ്ഥകൾ മിക്കവാറും ഒരു ട്യൂബർക്കുലർ നേച്ചറുള്ളതായിരിക്കാം. ഇതിനൊരു അപവാദം പറയുന്നത് എന്താ, പത്തോളജിക്കലി അങ്ങനെ ആവണമെന്നില്ല. രക്തം പരിശോധിച്ചു, കഫം പരിശോധിച്ചു, ട്യൂബർക്കുലോസിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല, പത്തോളജിക്കലി ട്യൂബർക്കുലോസിസ് അല്ല. പക്ഷേ ട്യൂബർക്കുലർ നേച്ചറാണ്, ട്യൂബർക്കുലർ നേച്ചറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ട്യൂബർക്കുലീനം അവിടെ. അപ്പോൾ നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഈ അനാട്ടമിയും ഫിസിയോളജിയും പത്തോളജിയും ഒക്കെ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഉണ്ടായേക്കാവുന്ന ഒരു പ്രജഡീസിനെ നമ്മൾ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറികടക്കണം. വേണ്ട സമയങ്ങളിൽ അത്തരം അറിവുകൾ നിങ്ങൾ ഉപയോഗിക്കുകയും വേണം. അതേസമയം വേണ്ട സമയങ്ങളിൽ അതുകൊണ്ടാവുന്ന മുൻവിധികളെ, പ്രജഡീസസിനെ, ഇത്തരം അറിവുകൾ ഹോമിയോപ്പതിയുടെ പ്രൊഫൗണ്ട് നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മറികടക്കുകയും ചെയ്യണം. രക്തവും കഫവും പരിശോധിച്ചിട്ട് ട്യൂബർക്കുലോസിസ് ഇല്ല എന്ന് വെച്ചുകൊണ്ട് ട്യൂബർക്കുലോസിസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ട്യൂബർക്കുലർ നേച്ചറുണ്ട്, ട്യൂബർക്കുലർ ടെൻഡൻസി ഉണ്ടാകാം. അത് സിംറ്റംസിലൂടെ ബോധ്യപ്പെടുകയാണെങ്കിൽ ട്യൂബർക്കുലീനം അവിടെ ഒരു ഒറിജിനൽ റെമഡിയായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർകറൻറ്റ് റെമഡിയായിട്ടോ അവിടെ ഇൻഡിക്കേറ്റർ ആകാം എന്നാണ് കെൻഡ് ഇത്രയും പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ബർണറ്റ് ഡ്രോപ്ഡ് ആൻ ഐഡിയ ദാറ്റ് ഹാസ് ബീൻ കൺഫേംഡ് മെനി ടൈംസ്. എന്താണത്? പേഷ്യൻസ് ഹു ഹാവ് ഇൻഹെറിറ്റഡ് തൈസിസ്, പേഷ്യൻസ് whose parents have died of thysis are often of feeble vitality. അപ്പോൾ ബർണറ്റ് നിർദ്ദേശിച്ച ഒരു ആശയമാണ്, പലപ്പോഴും അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട കാര്യം. എങ്ങനെയാണ്? ക്ഷയരോഗം വന്ന് മരിച്ചവരോ ക്ഷയരോഗം പാരമ്പര്യമായിട്ട് ലഭിച്ചവരോ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഫീബിൾ വൈറ്റാലിറ്റി ഉണ്ടാകും. ഒരാളുടെ വൈറ്റാലിറ്റി ഫീബിൾ ആണെങ്കിൽ അയാൾക്കൊരു ട്യൂബർക്കുലർ ഹിസ്റ്ററി, ഇൻഹെറിറ്റൻസ് ഉണ്ടോയെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറ എടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേർക്കും ഒരു ട്യൂബർക്കുലർ ഇൻഹെറിറ്റൻസ് ഉണ്ടാകും. കാരണം എൻ്റെയൊക്കെ ഒന്നോ രണ്ടോ മുൻതലമുറയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കേരളത്തിലും അതേപോലെ തീരപ്രദേശങ്ങളിലുമൊക്കെ ക്ഷയരോഗം സർവ്വസാധാരണമായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് ജർമ്മനിയിൽ നിന്ന് ഡോക്ടർമാരുടെ ടീം കേരളത്തിൽ വന്നിട്ടുണ്ട്. ക്ഷയരോഗം എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം ഉണ്ടായി എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ചെറുപ്പത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലമുറയിൽ ക്ഷയരോഗത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അത് വീണ്ടും ഒരു തലമുറ കടന്ന് ഇപ്പോൾ യങ്ങർ ജനറേഷനിലേക്ക്, കുട്ടികളായ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളുടെ തലമുറകളിലേക്കും ആ ഒരു ടെൻഡൻസി, ഇൻഹെറിറ്റൻസ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഭൂരിപക്ഷം ആളുകളിലും ഒരു ട്യൂബർക്കുലർ ഹെറിറ്റേജ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണലി വീക്കായിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകുന്ന, എന്താ പറയുക, എന്തെങ്കിലും അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ ഒരു ട്യൂബർക്കുലർ നേച്ചർ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ട്യൂബർക്കുലിനം ബോവിനം എന്നുള്ള ഔഷധത്തിൻ്റെ പ്രയോഗ സാധ്യത ഉണ്ടാകാം. എപ്പോൾ സിംറ്റംസ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ. അത്ര ആളുകളുടെ ഒരു ലക്ഷണം കണ്ടു പറയുകയാണ്, ദേ ആർ ഓൾവേസ് ടയേർഡ്. അവരെപ്പോഴും ക്ഷീണിതരായിരിക്കും. ദേ ടേക്ക് ഓൺ സിക്നസ് ഈസിലി. എന്തെങ്കിലും അസുഖം വഴിയെ പോയാൽ മതി, പെട്ടെന്ന് അസുഖം അവരെ കയറി പിടിക്കും. ദേ ബിക്കം അനീമിക്, നെർവസ്, വാക്സി ഓർ പെയിൽ. അപ്പോൾ അവർ അനീമിക് ആകാം, നെർവസ്നെസ് വരാം, വാക്സി അപ്പിയറൻസ് ഉണ്ടാകാം, പെയിൽ അപ്പിയറൻസ് ഉണ്ടാകാം. അപ്പോൾ ഇത്തരം ഇൻഹെറിറ്റഡ് ട്യൂബർക്കുലോസിസിൻ്റെ ചില സൂചനകളാണ് കെൻഡിവിടെ പറയുന്നത്. ദീസ് കണ്ടീഷൻസ് ആർ സംടൈംസ് മെറ്റ് വെൻ ദ ഫൈനർ സിംറ്റംസ് എഗ്രി. ഓൾദോ ബർണറ്റ് എവിഡൻ്റ്ലി യൂസ്ഡ് ദിസ് മെഡിസിൻ ഇൻ എ സോർട്ട് ഓഫ് റൂട്ടീൻ വേ ഫോർ ദിസ് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹി കോൾഡ് കൺസംപ്റ്റീവ്നെസ്. ഉണ്ടോ? ബർണറ്റ് എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതിക് പണ്ഡിതൻ പറഞ്ഞത് കൺസെപ്റ്റീവ്നെസ്, ക്ഷയരോഗ സാധ്യതയുള്ളവർ. ആ ഒരു തലമുറയിൽ, കെൻഡിൻ്റെ തലമുറയിൽ ക്ഷയരോഗം സർവ്വസാധാരണമായിരുന്നു, യു എസിലും ഒക്കെ സർവ്വസാധാരണ. അതുകൊണ്ട് ആ ഒരു ടെൻഡൻസി ഉണ്ട്, അതിനെ കൺസംപ്റ്റീവ്നെസ് എന്ന് വിളിച്ചു. അപ്പോൾ കൺസംപ്റ്റീവ്നെസ് കാണുന്നവരിലൊക്കെ ബർണറ്റ് റൂട്ടീനായിട്ട് ട്യൂബർക്കുലിനം കൊടുത്തിരുന്നു. ആ ഒരു റൂട്ടീൻ പ്രയോഗം ഇപ്പോഴും ഇവിടെയും നിലവിലുണ്ടെന്നാണ് ചില സംഭാഷണങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്ന്
എനിക്ക് തന്നെ സംശയമുണ്ട്. അത് കെൻ്റ് അതിനെക്കുറിച്ച് പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് പറയുന്നത്. പേഴ്സൺസ് ഹു ഹാഡ് ഇൻഹെറിറ്റഡ് തൈസിസ് ഹു വർ ഡെബിലിറ്റേറ്റഡ് ആൻഡ് അനീമിക്. അപ്പോൾ ഇൻഹെറിറ്റഡ് ട്യൂബർക്കുലിസിസ്, ഇൻഹെറിറ്റഡ് തൈസിസ് ഉള്ളവരിൽ ഡെബിലിറ്റേറ്റഡ്, ക്ഷീണിതരും അനീമിക്കുമായിട്ടുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ബെർണട്ടിൻ്റെ റൂട്ടീൻ പ്രയോഗം ശരിയാണെന്നാണ് കെൻ്റ് അത് ഒരു അടിക്കുറിപ്പ് എന്നോളം പറയുന്നത്. എല്ലാവരിലും ഒരു റൂട്ടീനായിട്ട് കൊടുക്കണമെന്നില്ല, പക്ഷേ അങ്ങനത്തെ ഒരു ഇൻഹെറിറ്റഡ് തൈസിസ് ഉള്ളവരിൽ വല്ലാതെ ക്ഷീണിതരും അനീമിക്കും വിളർച്ച ബാധിച്ചവരുമാണെങ്കിൽ ഓക്കെ. ഇറ്റ് സീംസ് ഫ്രം ലുക്കിംഗ് ഓവർ ദ റെക്കോർഡ് ഓഫ് മെനി ക്യൂവേഴ്സ് that this remedy has been given many times for just that stage on a positive symptoms, and if the records can be believed, it has many times balanced up the constitution in that anemic stage where the inheritance has been thysis. അപ്പോൾ രോഗ ചികിത്സയുടെ റെക്കോർഡ്സുകൾ നോക്കുമ്പോൾ ഈ റെമഡി ധാരാളം ക്യൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ക്യൂവേഴ്സിൽ ഒട്ടുമിക്ക അവസ്ഥകളിലും എങ്ങനെയാണ് പോസിറ്റീവ് സിംറ്റംസ് വെച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ രീതിയിൽ സിംറ്റംസ് കിട്ടുന്നില്ല എന്നുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെക്കോർഡ്സിന് വിശ്വസിക്കാമെങ്കിൽ മിക്കവാറും കേസുകളിൽ ഈ അനീമിക് സ്റ്റേറ്റിനെ ഇത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? വേർ ദ ഇൻഹെറിറ്റൻസ് ഹാസ് ബീൻ തൈസിസ്. അവർക്ക് പാരമ്പര്യമായി കിട്ടിയത് ക്ഷയമാണെങ്കിൽ ട്യൂബർക്കുലീനം നന്നായിട്ട് ആ അനീമിക് സ്റ്റേറ്റിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്ന് ബാലൻസ് ചെയ്യുകയും പിന്നീട് ഉചിതമായ മറ്റ് ഔഷധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ പ്രയോഗിക്കാനുള്ള ഒരു 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 നിലമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റൂട്ടീൻ ഉപയോഗത്തിന് കെൻ്റ് എതിർക്കുന്നു. പക്ഷേ ക്ഷയരോഗത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അനീമിക്കാണ്, വല്ലാതെ വീക്കാണ്, ഡെബിലിറ്റേറ്റഡ് ആണെങ്കിൽ ഓക്കെ ട്യൂബർക്കുലിനം ഉപകരിക്കുമെന്നാണ് കെൻ്റ് ഇവിടെ വ്യംഗ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഇൻഡിക്കേഷൻ ഫോർ ട്യൂബർക്കുലിനം, ബട്ട് വേർ ദ സിംറ്റംസ് അഗ്രി ഇൻ അഡീഷൻ ടു ദ ഇൻഹെറിറ്റൻസ് ദെൻ യു മേ ഹാവ് ഇൻഡിക്കേഷൻ ഫോർ ദ റെമഡി. അപ്പോൾ വീണ്ടും കെൻ്റ് വീണ്ടും ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ തരികയാണ്. ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് യൂസിനെ എത്രത്തോളം കെൻ്റ് നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ. വെറുതെ എന്തെങ്കിലും ഒരു സൂചനയുടെ പേരിൽ എന്തെങ്കിലും ഔഷധം കൊടുക്കരുത് എന്നാണ് അദ്ദേഹം വീണ്ടും ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ട്യൂബർക്കുലിനത്തിൻ്റെ ഒരു ബെസ്റ്റ് ഇൻഡിക്കേഷൻ അല്ല എന്ന് വീണ്ടും പറയുകയാണ്. പക്ഷേ ഒരു എക്സെപ്ഷൻ എന്താണ്? വേറെ സിംറ്റംസ് എഗ്രി ഇൻ അഡീഷൻ ദാറ്റ് ഇൻഹെറിറ്റൻസ്. ഈ ഒരു പാരമ്പര്യത്തിനോടൊപ്പം അതിനോട് ചേർന്ന് ലക്ഷണങ്ങൾ യോജിക്കുക കൂടി ചെയ്യുന്നു. സിംറ്റംസ് എഗ്രി, അതാണ് സുവർണലിപികൾ രേഖപ്പെടുത്തുകയും അടിവരയുകയും ചെയ്യുന്നത്. വെൻ ദ സിംറ്റംസ് എഗ്രി ദെൻ യു മേ ഹാവ് ഇൻഡിക്കേഷൻ ഫോർ ദിസ് റെമഡി. അങ്ങനെ വരുമ്പോൾ ഈ അപ്പോഴും മേ ഹാവ് എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയുന്നില്ല. എത്രത്തോളം ശ്രദ്ധാപൂർവം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ സെലക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഈ വരികളിലുടനീളം കെൻ്റ് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പ്രാക്ടീസിൽ നിങ്ങൾക്ക് തരുന്ന വലിയ ഒരു അഡ്വൈസാണത്, വലിയൊരു പ്രിക്കോഷനാണ്, ഒരു പ്രിക്കോഷ്യസ് അഡ്വൈസാണത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്പ് കൂടി കെൻ്റ് തുറന്നു തരുന്നുണ്ട്. ഇഫ് ട്യൂബർക്കുലിനം ബോവിനം ബി ഗിവൺ ഇൻ 10m, 50m and cm potencies, 2 doses of each potency at long intervals, all children and young people who have inherited tuberculosis may be immune from their inheritance and their resiliency will be restored. ഉണ്ടോ? എങ്ങനെയാണ്? 10m, 50m and cm ഈ പൊട്ടൻസികൾ ഓരോന്നും 2 വീതം നീണ്ട ഇടവേളകളിൽ, അടുത്തടുത്തല്ല കൊടുക്കേണ്ടത്, നീണ്ട ഇടവേളകളിൽ. ഞാൻ ബാബുചേട്ടനൊക്കെ സംസാരിച്ചത് മനസ്സിലാക്കിയത് 1 മാസമെങ്കിലും ഇടവേളയിൽ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇടവേളയിൽ, അല്ലെങ്കിൽ 3 മാസം ഇടവേളയിൽ 2 10m. പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം അതിൻ്റെ
എഫക്ട്സ് ഒന്നും കാണുന്നില്ല എന്ന്, ആക്ഷനൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ റിയാക്ഷനൊന്നും കാണുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അടുത്തത് എന്താണ് 50 ml, അതും ഒരു ഇൻ്റർവെല്ലിൽ 2 ഡോസ്. പിന്നീട് ഒരു നീണ്ട കാലത്തിന് ശേഷം CM 2 ഡോസ്. അങ്ങനെ വരുമ്പോൾ ഈ ട്യൂബർക്കുലോസിസിന് പാരമ്പര്യമായിട്ട് കിട്ടിയ കുട്ടികളിലും യങ് പീപ്പിളിലും യുവതി യുവാക്കളിലും കുട്ടികളിലും ഇങ്ങനെ ഒരു സ്കീം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക, മേ ബി ഇമ്മ്യൂൺഡ്, ഒരു ഉറപ്പായിട്ടുള്ള പറയുന്നത് മേ ബി ഇമ്മ്യൂൺഡ് ഫ്രം ദെയർ ഇൻഹെറിറ്റൻസ്, അവരുടെ പാരമ്പര്യത്തിൽ നിന്നും അവർ ഇമ്മ്യൂൺഡ് ആയേക്കാം. മാത്രമല്ല അവരുടെ റെസിലൻസി, അവരുടെ പിടിച്ചു നിൽക്കാനുള്ള വഴിയെ പോകുന്ന രോഗങ്ങളൊക്കെ കയറി എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും അവരെ ആരോഗ്യസ്ഥയിൽ പിടിച്ചു നിൽക്കാവുന്ന ഒരു റെസിലൻസി റെസ്റ്റോർ ചെയ്യും, പുനഃസ്ഥാപിക്കാം. ഇറ്റ് ക്യൂവേഴ്സ് മോസ്റ്റ് കേസ് ഓഫ് അഡിനോയിഡ്സ് ആൻഡ് ട്യൂബർക്കുലോസ് ഗ്ലാൻഡ്സ് ഓഫ് ദി നെക്ക്. ഒരു ഇൻഫർമേഷൻ കൂടി തരികയാണ്, കഴുത്തിലെ ട്യൂബർക്കുലർ ഗ്ലാൻഡ്സിനെയും അഡിനോയിഡ്സിൻ്റെയും മിക്ക കേസുകളെയും ട്യൂബർക്കുലിനം ക്യൂർ ചെയ്യും എന്ന് പറയാം. ട്യൂബർക്കുലോസിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള ധാരാളം വിലപ്പെട്ട അറിവുകളും അതിനേക്കാൾ ഉപരി കുറേ മുന്നറിയിപ്പുകളും നമുക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇതുവരെ ഇത് ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.